പറയുന്നു അന്യോന്യം പ്രബോധിപ്പിച്ച്. ആര്? യേശുവിന്റെ വരവിനെ നോക്കി പാർത്തുകൊണ്ടിരിക്കുന്ന ദൈവസഭ എന്ത് ചെയ്യണം? അന്യോന്യം പ്രബോധിപ്പിക്കണം. സ്തോത്രം. ആത്മിക വർധനവ് വരുത്തണം. ഒരു വാക്യം വായിച്ച് 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 14-ാമത്തെ വാക്യം പറയുന്നു, യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു. എങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോട് കൂടെ വരുത്തും. ഹല്ലേലൂയ. കരമുയർത്തി യേശുവിനെ നന്ദി പറഞ്ഞു. അങ്ങനെ തന്നെ യേശു മുഖാന്തരം. എങ്ങനെ? അങ്ങനെ തന്നെ യേശു മുഖാന്തരം അവനോട് കൂടെ വരുത്തും. ആരെ? നിദ്ര കൊണ്ടവരെ. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തുവെന്ന് നാം വിശ്വസിക്കുന്നു. എങ്കിൽ അങ്ങനെ തന്നെ. ഒന്നുകൂടെ പറഞ്ഞാൽ, ജീവനോടെ ഇരിക്കുന്ന ഈ കാലത്ത്, മീൻസ് നമ്മൾ ജീവനോടെ ഇരിക്കുന്ന ഈ കാലത്താണ് യേശു തന്റെ സഭയെ ചേർക്കാൻ വരുന്നതെങ്കിൽ മരിക്കുന്നതിന് മുൻപ്, സ്തോത്രം, ജീവനോടെ എന്ത് ചെയ്യും? യേശുവിന്റെ അടുക്കലേക്ക് പോകും. ഇനി യേശു വരുന്നതിന് മുൻപ് മരിക്കുകയാണെങ്കിൽ, ഒരു വിശുദ്ധൻ മരിച്ചു പോയാൽ യേശു കർത്താവ് മരിക്കുകയും, സ്തോത്രം, ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തുവെന്ന് നാം വിശ്വസിക്കുന്നു. എങ്കിൽ അങ്ങനെ വിശ്വസിക്കുന്നവൻ, എങ്ങനെ വിശ്വസിക്കുന്നവൻ? യേശു മരിച്ചുവെന്നും മരണം അവനെ പിടിച്ചു വെച്ചില്ല, മരണത്തിന്റെ മേൽ അധികാരമുള്ളവൻ ഉയർത്തെഴുന്നേറ്റുവെന്നും വിശ്വസിക്കുന്നവനെ, അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോട് കൂടെ വരുത്തും. മനസ്സിലായവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒന്നുകൂടെ പറയാം, ക്രിസ്തുവിൽ മരിച്ചവർക്കൊരു പുനരുത്ഥാനമുണ്ട്. ക്രിസ്തു മരിച്ചു ഉയർത്തെഴുന്നേറ്റുവെന്ന് വിശ്വസിക്കുന്നവൻ യേശു വാനമേഘത്തിൽ സഭയെ ചേർക്കാൻ വരുമ്പോൾ, വിശുദ്ധൻ മരിച്ചിട്ടുണ്ടെങ്കിൽ അവൻ പുനരുത്ഥാനം പ്രാപിക്കും. ജീവിച്ചാലും ക്രിസ്തുവിനോടുകൂടെ, മരിച്ചാലും ക്രിസ്തുവിനോടുകൂടെ അവൻ തന്റെ സഭയെ ചേർക്കാൻ വരാൻ സമയമായി. 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 11-ാമത്തെ വാക്യം, ആകയാൽ നിങ്ങൾ ചെയ്തു വരുന്നത് പോലെ അന്യോന്യം പ്രബോധിപ്പിച്ചും തമ്മിൽ ആത്മിക വർധന വരുത്തിയും പോരുവീൻ. എങ്ങനെ? ജീവനോടെ ഇരിക്കുന്നവർ എന്ത് ചെയ്യണം? ഹല്ലേലൂയ. ക്രിസ്തുവിൽ മരിക്കാത്ത ജനം എന്ത് ചെയ്യണം? ആകയാൽ നിങ്ങൾ ചെയ്തു വരുന്നത് പോലെ അന്യോന്യം പ്രബോധിപ്പിക്കണം. തമ്മിൽ ആത്മിക വർധനവനായി വരുത്തണം. ഉണ്ടോ? ഒരുത്തൻ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നീ എന്തിനാ പ്രാർത്ഥിക്കുന്നത് ചോദിച്ചു ഉള്ള വിശ്വാസം കൂടെ കളയാലല്ലേ പതിവ്. ഒരുത്തൻ ഉപവസിക്കുകയാണെങ്കിൽ എന്തിനാ ഇങ്ങനെ കിടന്ന് ഉപവസിക്കുന്നത് എന്ന് ചോദിക്കുകയല്ലേ പതിവ്. അത് റോങ്. ആരാധനയ്ക്ക് എന്തിനാ ഈ ആരാധനയ്ക്ക് പോകുന്നു എന്നല്ലേ ചോദിക്കുന്നത്. എന്തോ ആത്മിക വർധന വരുത്തുന്നു, എന്തോ ആത്മിക വർധനവാണ് ഉണ്ടാകുന്നത്. ദൈവം പറയുന്നു അന്യോന്യം പ്രബോധിപ്പിച്ച്. ആര്? യേശുവിന്റെ വരവിനെ നോക്കി പാർത്തുകൊണ്ടിരിക്കുന്ന ദൈവസഭ എന്ത് ചെയ്യണം? അന്യോന്യം പ്രബോധിപ്പിക്കണം. സ്തോത്രം. ആത്മിക വർധനവ് വരുത്തണം. കർത്താവിന് നന്ദി പറഞ്ഞേ. തമ്മിൽ എന്ത് ചെയ്യണം? പ്രബോധിപ്പിക്കുകയും ആത്മിക വർധനവ് വരുത്തുകയും ചെയ്യണം. എന്തിനാ കാര്യം? യേശു വരാറായി. തന്റെ സഭയെ ചേർക്കാൻ അവൻ വരാറായി. ആത്മിക വർധനവിനുള്ളതെല്ലാം ചെയ്യണം. ആത്മിക വർധനവിന് വേണ്ടുന്നതെല്ലാം പറയണം. ആത്മിക വർധനവ് ഉണ്ടാകണം.
യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം സ്തോത്രം. അങ്ങനെ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവൻ ഹാനോക്കിനെ പോലെ അവന്റെ സന്നിധിയിലേക്ക് പറന്നു പോകും. യേശുവേ സ്തോത്രം. വിശ്വസിക്കുന്നവർ ചാർന്ന് ദൈവത്തെ സ്തുതിച്ച് യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഇവിടെ തമ്മി പ്രബോധിപ്പിക്കുകയും ആത്മിക വർധനവിന് വേണ്ടിയുള്ളത് വരുത്തുകയും ചെയ്താൽ മാത്രമാണ്, നോക്കിക്കേ, ക്രിസ്തു മരിച്ച് ഉയർത്തെഴുന്നേറ്റുവെന്ന് വിശ്വസിക്കുന്നവൻ, ഹല്ലേലൂയ, ക്രിസ്തു മരിച്ചുയർത്തെഴുന്നേറ്റതുപോലെ ക്രിസ്തു വരുമ്പോൾ അവനോടുകൂടെ ദൈവം വരുത്തുന്നത് ഈ പ്രബോധിപ്പിക്കുന്നവനെയും ഈ ആത്മിക വർധനവ് വരുത്തുകയും ചെയ്യുന്നവനെയാണ്. നിന്റെ വീട്ടിൽ ആത്മിക വർധനവുണ്ടാകട്ടെ, നിന്റെ ഭവനത്തിൽ ആത്മിക വർധനവുണ്ടാകട്ടെ, തലമുറകളിൽ ആത്മിക വർധനവുണ്ടാകട്ടെ. ഈ കാലം കടന്നുപോകും, യേശു വരാൻ സമയമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. നോക്കിക്കേ, അപ്പൊ ക്രിസ്തുവിൽ മരിച്ചവരെന്ത് ചെയ്യും? ദൈവം അവരെ പുനരുത്ഥാനം ചെയ്ത് യേശു വരുമ്പോൾ അവനോടുകൂടെ വരുത്തും. ഇവിടെ ജീവിച്ചിരിക്കുന്ന ആളുകൾ എന്ത് ചെയ്യണം? തമ്മിൽ പ്രബോധിപ്പിക്കുകയും ആത്മിക വർധനവ് വരുത്തുകയും ചെയ്യണം. ആമേൻ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ആമേൻ. അക്കരങ്ങളെ ഒന്ന് ഉയർത്തി യേശുവിന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങനെ തമ്മിൽ പ്രബോധിപ്പിച്ചും ആത്മിക വർധന വരുത്തിയും ദൈവത്തോട് കൂടെ നടക്കുന്നവൻ അവൻ വരുമ്പോൾ പറന്നു പോകും. ഹല്ലേലൂയ. യേശു ഉടൻ വരുന്നു നമ്മെ ചേർക്കാൻ. യേശു വരുന്നുവെന്നുള്ള ലോക സംഭവങ്ങളെല്ലാം ദൈവവചന നിവർത്തിയായിട്ട് നടക്കേണ്ടുന്നതെല്ലാം ഓരോന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്.